ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഖില പറയുകയാണ്, ഈ നിമിഷം വേണമെങ്കിലും നിന്നെ എല്ലാത്തിനെയും എനിക്ക് കൊല്ലാം. പക്ഷെ എന്റെ നിയമത്തിൽ ഇത് ധർമ്മ അധർമ്മ യുദ്ധമാണ്. ധർമ്മത്തിന്റെ കൂടെ ഞാനും, അധർമ്മത്തിന്റെ പ്രതിനിധികളായി നിങ്ങൾ ഓരോരുത്തരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ മാർഗം സത്യസന്ധവും നീതിപൂർവവും ശരിയും ആണെങ്കിൽ എന്റെ വിശ്വസ്തനായി അഭിനയിച്ച ശ്രീനിവാസന് ഞാനൊരു അവസരം കൂടി തരാം. ധർമ്മം വിജയിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തി ഇനിയുള്ള ജീവിതം നീതിയുടെ വിജയത്തിനായി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അധർമ്മത്തിനെ നിനക്ക് കൊല്ലാം. ഈ നിൽക്കുന്ന ആരെയും നീ മാപ്പുസാക്ഷി. കുറ്റം ഞാൻ ഏൽക്കും. അഭിമാനത്തോടെ ആത്മസംതൃപ്തിയോടെ ഞാൻ ജയിലിലേക്ക് പോകും. പിടിക്കാനെന്നും പറഞ്ഞ് തോക്ക് ശ്രീനിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അഖില. ഒരു തോക്ക് ശ്രീനിയുടെ നേരെ ചൂണ്ടിയിട്ട് അഖില പറയുകയാണ്, ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ന്യായികതയും ധാർമ്മികതയും വെടിയാതെ ഒരു തീരുമാനമെടുത്താൽ നിന്റെ അടുത്ത തലമുറയ്ക്കെങ്കിലും പുണ്യം കിട്ടും. ഇത് കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് നീങ്ങിയ ശ്രീനി രാജേശ്വരിയുടെയും ഗംഗയുടെയും കുറുപ്പിന്റെയും പ്രിയങ്കയുടെയും നേരെ തോക്ക് ചൂണ്ടുകയാണ്. അതിനുശേഷം പെട്ടെന്ന് ശ്രീനി അഖിലയുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്നു. അപ്പോൾ രാജേശ്വരി ഉറക്കെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവളുടെ ഒരു ധർമാധർമ്മ പരീക്ഷണം. ഭഗവത്ഗീത തത്വോപദേശങ്ങൾ എന്നുവെച്ചാൽ അർജുന വിഷാദയോഗം മുതൽ മോക്ഷസന്യാസി യോഗം വരെ 18 സർഗങ്ങളും ഇവൾക്ക് മനഃപ്പാടമല്ലേ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഠയിയാണ് അഖില നീ. അവസരങ്ങൾ കൈവന്നപ്പോൾ അത് വിനിയോഗിക്കാൻ അറിയാത്ത വിഡ്ഢി. സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങ് ഒരു മരണം. ഇതാണ് നിന്റെ അന്ത്യവിധി. പക്ഷെ ശ്രീനി പെട്ടെന്ന് തോക്ക് മാറ്റുകയാണ്. എന്നിട്ട് ആ തോക്ക് രാജേശ്വരിയുടെ നേർക്ക് ചൂണ്ടുകയാണ്. അത് കണ്ട് പരിഭ്രമിച്ച രാജേശ്വരി വിളിക്കുകയാണ്, ശ്രീനിവാസൻ. അത് കണ്ട് പ്രിയങ്ക പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രിയങ്ക പറയുകയാണ്, ഇതാണ് ന്യായവിധി. തീർച്ചയായും ഇതാണ് ശരി. അജ്ഞാതയായ രാജരാജേശ്വരി കൊല്ലപ്പെടുന്നു. അതോടെ എന്റെ ഒരു വലിയ ബാധ്യത അവസാനിക്കുന്നു. രാജരാജേശ്വരിയുടെ കൊലയാളിയായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അങ്ങനെ എന്നേക്കുമായി ഇരുമ്പഴിക്കുള്ളിൽ. അതിഗംഭീരമായ ക്ലൈമാക്സ്. പെട്ടെന്ന് അഖില പറയുകയാണ്, വളരെ നല്ലത്. പക്ഷെ എനിക്കൊരല്പം ജോലി കൂടി ബാക്കിയുണ്ട്. ശ്രീനിവാസൻ, ലെറ്റ്സ് ഡു ഇറ്റ്, കമോൺ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അഖില പുറകോട്ട് പോവുകയാണ്. രാജേശ്വരി പറയുകയാണ്, ശ്രീനിവാസൻ നോ. പ്രിയങ്ക. അന്നേരം അഖില അവിടെ നിന്നും ഓടി കാറിൽ കയറാൻ നേരം വെടിയൊച്ച കേൾക്കുന്നുണ്ട്. അതിനുശേഷം അഖില അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുബ്രു ആനന്ദിനെയും കല്യാണിയെയും അനിയൻകുട്ടനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരുന്നതാണ്. കാറിൽ നിന്നിറങ്ങിയ സുബ്രു പറയുകയാണ്, ഇതാണ് എന്റെ കുഞ്ഞു ഭവനം. കല്യാണിയും അനിയൻകുട്ടനും ഈ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. ഇല്ലെന്ന് കല്യാണി തലയാട്ടുകയാണ്. ഇതാണ് എന്റെ തറവാട് അമ്പിളിക്കല. കല്യാണി ചോദിക്കുകയാണ്, അല്ല ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ വേറെ ആരും ഇല്ലേ? കല്യാണി, എനിക്ക് അപ്പനും അമ്മയുമായിട്ട് ഒരേ ഒരാളെ ഉള്ളൂ ഇവിടെ ഇപ്പോൾ. അതൊരു ഒന്നൊന്നര ഉരുപ്പടിയാണ്. ഒരു ഒറ്റയാൾ പട്ടാളം എന്ന് തന്നെ പറയാം. എന്നെ വിറപ്പിക്കാനും വരുതേക്ക് നിർത്താനുമായി ദൈവം നിയോഗിച്ച ഒരാൾ. മറ്റാരും അല്ല, എന്റെ കുഞ്ഞനുജത്തി അമ്പിളിക്കല. അമ്പൂട്ടി എന്നാണ് ഓമനപ്പേര്. അന്നേരം അമ്പൂട്ടി പുറത്തേക്ക് വരികയാണ്. പറഞ്ഞു തീർന്നില്ല, ഇടിമിന്നൽ പോലെ ദേ വന്നല്ലോ, സുബ്രു പറയുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന അമ്പൂട്ടി എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കുകയാണ്. അമ്പൂട്ടിന്ന് സുബ്രു വിളിക്കുമ്പോൾ ചോദിക്കുകയാണ്, എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം? ഇതെന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ? തോന്നുമ്പോ കേറി വരാൻ ഇതെന്താ സത്രമാണോ? അല്ല അമ്പൂട്ടിന്ന് സുബ്രു പറയുമ്പോൾ കൈ ചൂണ്ടി അമ്പൂട്ടി പറയുകയാണ്, മിണ്ടരുത്. ഇത് കണ്ട് ആനന്ദും കല്യാണിയും അനിയൻകുട്ടനും ഒക്കെ മനസ്സിൽ ചിരിക്കുകയാണ്. ശേഷം അമ്പൂട്ടി പറയുകയാണ്, ആരാണ്ടൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കുറിച്ച് കുറ്റം പറയുന്നോ? സുബ്രു പറയുകയാണ്, അമ്പൂട്ടി ഇവരങ്ങനെ അന്യരൊന്നും അല്ല. അന്നവർ ആരോ ആയിക്കൊള്ളട്ടെ, എനിക്കൊന്നും ഇല്ല. എന്താ എന്നെ കുറിച്ച് ഇവരോട് വേണ്ടാതീനം പറഞ്ഞേ? എന്താന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ സുബ്രു പറയുന്നു, അമ്പൂട്ടിയെ കുറിച്ച് ഒരക്ഷരം പോലും മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും അനുസരണയും ചൊല്ലുവിളിയുമുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്തെങ്ങും കാണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, അത്രയ്ക്ക് അങ്ങോട്ട് പൊലിപ്പിക്കണ്ട. സുബ്രു പറയുകയാണ്, ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്ക് എന്റെ വീട്ടിൽ വന്നാൽ വളരെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടെന്ന് ഞാൻ ഇവരോട് പറയുകയായിരുന്നു, അല്ലേ എന്ന് എല്ലാവരോടുമായി ചോദിക്കുകയാണ് സുബ്രു. അമ്പൂട്ടി പറയുകയാണ്, വേണ്ട, മറ്റുള്ളവരോട് നുണ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ അത്ര നല്ല കുട്ടിയൊന്നും അല്ല. എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റും വേണ്ട. വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി കൃത്യമായി നോക്കിയില്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. അത് ഇവരോട് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? എന്റെ അടുത്ത് കള്ളം കാണിക്കരുത്. സുബ്രു പറയുകയാണ്, എന്റെ അമ്പൂട്ടി ഞാൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അമ്പൂട്ടി പറയുകയാണ്. അമ്പൂട്ടി പറയുന്നു, ഞാൻ ചോദിക്കുന്നതിനൊക്കെ ശരിയായ ഉത്തരം കിട്ടിയാൽ ഞാൻ എനിക്ക് തോന്നുമ്പോൾ പരിചയപ്പെടും. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടവും കൊണ്ട് നടക്കുന്നു. ഇന്നലെ ശമ്പളം കിട്ടിയതല്ലേ? അത് നിൽക്കുന്ന സുബ്രുവിനോട് വീണ്ടും ചോദിക്കുകയാണ്, കിട്ടിയതല്ലേ എന്ന്. എന്താ മിണ്ടാതിരിക്കുന്നത്? പെട്ടെന്നങ്ങ് പൊട്ടനായി പോയോ? അതോ ശമ്പളത്തെ പറ്റി ചോദിച്ചപ്പോൾ തല കറങ്ങുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? കുട്ടി അത് എന്ന് സുബ്രു പറയുമ്പോൾ വീണ്ടും അമ്പൂട്ടി പറയുകയാണ്, വേണ്ട, വേല വേണ്ട, അഭ്യാസമിറക്കല്ലേ. ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറ, ശമ്പളം കിട്ടിയില്ലേ? അതോ കിട്ടിയ ശമ്പളം മുഴുവനും നാട്ടുകാർക്ക് വിതരണം ചെയ്തോന്ന്?
നേരം സുബ്രു പറയുകയാണ് ശമ്പളം കിട്ടി. നേരം അമ്പൂട്ടി ചോദിക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കേണ്ട പണം എന്നെ ഏൽപ്പിച്ചില്ല? കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനോ? അതാരാ? അമ്പൂട്ടി ചോദിക്കുകയാണ് എന്താ കടം മേടിച്ചവർക്ക് കൊടുത്ത് ശീലമില്ലേ? അപ്പോൾ സുബ്രു ചോദിക്കുകയാണ് അതിന് ഞാൻ ആരോട് കടം മേടിച്ചു? കുട്ടി പറയുകയാണ് എന്നോട്. കടം മേടിച്ചത് തിരിച്ചു തരുന്നില്ലാന്നോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചേർന്നതാണോ ഇത്? പലചരക്ക് കടയിൽ ആകെ മൊത്തം 3500. പിന്നെ പാല് കടയിലും പാലും തൈരും ചേർത്ത് 1000 രൂപ. കിട്ടി. പച്ചക്കറി കടയിൽ 1200 രൂപ. പലവക 1000. അന്നേരം സുബ്രു ചോദിക്കുകയാണ് പലവക 1000മോ? ഇതൊക്കെ കള്ളക്കണക്കാണ്. അമ്പൂട്ടി പറയുകയാണ് കള്ളക്കണക്കാണെങ്കിൽ കണക്കായിപ്പോയി. പിന്നെ ഇതിന്ന് മോഷ്ടിച്ചിട്ട് വേണം എന്റെ കല്യാണത്തിന് സ്ത്രീധനം ഒപ്പിക്കാൻ. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അന്നേരം അമ്പൂട്ടി പറയുന്നു ഇങ്ങെടുക്ക് എന്നും പറഞ്ഞ് സുബ്രുവിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുക്കുകയാണ് അമ്പൂട്ടി. പേഴ്സ് ഇങ്ങിതാ എന്നും പറഞ്ഞ് സുബ്രു പറയുന്നുണ്ട്. പക്ഷെ അമ്പൂട്ടി കൊടുക്കുന്നില്ല. മൊത്തം എടുക്കല്ലേ അമ്പൂട്ടി എന്നൊക്കെ സുബ്രു പറയുന്നുണ്ട്. പക്ഷെ അമ്പൂട്ടി പേഴ്സിലെ കാശ് മുഴുവൻ എടുക്കുകയാണ്. എന്നിട്ട് അമ്പൂട്ടി പറയുകയാണ് 3000 രൂപ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് അടുക്കളക്കാരിയുടെ ശമ്പളമാണ്. സുബ്രു ചോദിക്കുകയാണ് അടുക്കളക്കാരിയോ? അതാര്? ഞാൻ എന്ന് അമ്പൂട്ടി പറയുകയാണ്. എന്നിട്ട് അമ്പൂട്ടി പറയുകയാണ് ഇനി ഇവരെയൊക്കെ പരിചയപ്പെടാം. ഇവരൊക്കെ ആരാ? ആനന്ദിനെ നോക്കി പറയുകയാണ് അല്ല ഈ നിൽക്കുന്നത് ആനന്ദേട്ടനല്ലേ? എനിക്കറിയാം. എന്നിട്ട് കല്യാണിയോട് പറയുകയാണ് ഇത് കല്യാണി ചേച്ചിയല്ലേ? ഈ പോത്തുവാവ ചേച്ചിയുടെ അനിയൻകുട്ടനല്ലേ എന്ന് അനിയൻകുട്ടനെ നോക്കിയും പറയുന്നു. ഇവരാരെയും എനിക്ക് പരിചയപ്പെടുത്തേണ്ട. ഇവരാരും എനിക്ക് അന്യരല്ല. കല്യാണി ചോദിക്കുകയാണ് അല്ല അപ്പോ സുബ്രു അണ്ണന് സഹോദരങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സുബ്രു പറയുകയാണ് സഹോദരങ്ങളില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഇത് സഹോദരിയല്ലല്ലോ, എന്റെ ഭരണകർത്താവല്ലേ? അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയും ഒക്കെ കൂടി ഒരു പിറവി. അന്നേരം അമ്പൂട്ടി പറയുകയാണ് ദേ കടം മേടിച്ചാലേ തിരിച്ചു കൊടുക്കാനും പഠിക്കണം എന്ന് സുബ്രു പറയുകയാണ്. അമ്പൂട്ടി പൊന്നെ എന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എന്നിട്ട് ആനന്ദിനോട് അമ്പൂട്ടി പറയുകയാണ് കണക്കുകൾ അപ്പപ്പോ പറഞ്ഞില്ലെങ്കിൽ ഈ ചേട്ടൻ വന്ന് എന്നെ കള്ളക്കണക്ക് പറഞ്ഞ് പറ്റിക്കും. കഷ്ടം എന്ന് ആനന്ദ് പറയുകയാണ്. കല്യാണി ചേച്ചിയെ എനിക്ക് കാണണം എന്ന് ഒത്തിരി നാളായി ആഗ്രഹമുണ്ട്. അതെങ്ങനെയാ? ഈ വീട് വിട്ട് വെളിയിലിറങ്ങാൻ പറ്റണ്ടേ? ആകെ പോകാറുള്ളത് അമ്പലത്തിൽ മാത്രം. വാ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അനിയൻകുട്ടനോട് ചോദിക്കുകയാണ് നീ എന്താടാ കരിമ്പങ്കാട്ടിലാണോ താമസിക്കുന്നത്? വണ്ണം വെച്ച് ആനയെ പോലെ ആയല്ലോ. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. എന്നിട്ട് അമ്പൂട്ടി പറയുകയാണ് ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ആരെയും ഞാൻ വിടുന്നില്ല. സുബ്രു പറയുകയാണ് എന്റെ അമ്പൂട്ടി ഇവരാരും ഇനി എങ്ങോട്ടത്തേക്കും പോകുന്നില്ല. അമ്പൂട്ടി പറയുകയാണ് ഊവോ എനിക്ക് സന്തോഷമായി. എന്നാ ഓരോരുത്തർക്കും സംഭാരം എടുക്കട്ടെ. സുബ്രു പറയുകയാണ് ആനന്ദേ ഇത് നിങ്ങളുടെയും കൂടി വീടാണ്. വലതുകാല് വെച്ച് അകത്തേക്ക് കയറ്. ഞാനിതൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നമ്മുടെ അമ്പൂട്ടിയെ കൊച്ചാക്കി കാണുകയൊന്നും വേണ്ട. അവള് ഡോക്ടർ ആവാൻ വേണ്ടി എൻട്രൻസ് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കിട്ടിയതാണ്. പക്ഷെ അത് ആയുർവേദമായി പോയി. അവൾക്ക് ഇംഗ്ലീഷ് ഡോക്ടർ ആയേ പറ്റൂ. എന്നാലല്ലേ ഇതുപോലെ ആളുകളെ കുത്തിവേദനിപ്പിക്കാൻ പറ്റൂ. പട്ടരിൽ പൊട്ടനില്ല എന്നല്ലേ പ്രമാണം. അതുകൊണ്ട് ഡോക്ടറായി എന്നൊക്കെ വരും. എന്തായാലും IAS പോകാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ കളക്ടറായി ആ ജില്ലയുടെ എല്ല് തകർത്തേനെ. കൂട്ടി പറയുകയാണ് അയ്യോ നമ്മൾ കളക്ടർ ആവാനൊന്നും ഇല്ലേ? എന്നിട്ട് അനിയൻകുട്ടനെ നോക്കി പറയുകയാണ് ദേ നിൽക്കുന്നു കളക്ടർ. അത് കണ്ട് അന്തം വിട്ട കല്യാണി നോക്കി പറയുകയാണ് കല്യാണി ചേച്ചി പരിഭ്രമിക്കുകയൊന്നും വേണ്ട. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വള്ളിപുള്ളി തെറ്റാതെ ഇവിടെ വന്ന് പറയും എന്റെ ചങ്ക് ചേട്ടപ്പൻ. സുബ്രു പറയുകയാണ് ആനന്ദേ നീ കഴിഞ്ഞാ പിന്നെ എനിക്ക് മിണ്ടാനും പറയാനും ഈ അമ്പൂട്ടി മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ എല്ലാവർക്കും സംഭാരം എടുത്താലോ എന്ന് അമ്പൂട്ടി ചോദിക്കുകയാണ്. സുബ്രു പറയുന്നു ആയിക്കോട്ടെ. സുബ്രു എന്നിട്ട് കല്യാണിയോട് പറയുകയാണ് കല്യാണി കാറിൽ നിന്നും ആ ബാഗൊക്കെ എടുത്തോ. ആനന്ദ് വാ എന്നും പറഞ്ഞ് ആനന്ദിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സുബ്രു. പിന്നീട് എല്ലാവരും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. തൃച്ചംബരത്തെ മുറ്റത്ത് നന്ദന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം അവിടേക്ക് കാറിൽ അരവിന്ദ് വരികയാണ്. നന്ദനയോട് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ അരവിന്ദിനെ കാത്തു നിൽക്കുവായിരുന്നു. എന്തു പറ്റി? എന്താ നിനക്കെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഉണ്ട്, ശരീരത്തിനല്ല മനസ്സിന്. എന്താ നന്ദന നീ എന്തായി പറയുന്നത്? നന്ദനയുടെ അടുത്ത് ഒരു പെട്ടിയും ഇരിപ്പുണ്ട്. അത് ചൂണ്ടി അരവിന്ദ് ചോദിക്കുന്നു എന്താ നന്ദന ഇത് നിന്റെ ബാഗല്ലേ? നന്ദന പറയുകയാണ് ഈ നശിച്ച വീട്ടിൽ ഞാനില്ല ജീവിക്കാൻ. എനിക്കൊരു വീടുണ്ട്. അവിടെ എന്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുവാണ്. അരവിന്ദ് ചോദിക്കുകയാണ് നീ എന്തൊക്കെയായി പറയുന്നത്? നീ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം? ഇത് പകയും പ്രതികാരവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ വീടാണ്. ഇവിടെ നിന്നാൽ ഞാനും നീയും എന്റെ കുഞ്ഞുമൊക്കെ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജീവനും കൊണ്ടങ്ങ് പോകുവാണ്. അരവിന്ദും എന്റെ കൂടെ വരണം. പെട്ടിയും എടുത്ത് അരവിന്ദിനെ വാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അരവിന്ദ് ചോദിക്കുകയാണ് നീ പോകാൻ തയ്യാറാകുന്നതിന്റെ കാരണം എന്താണെന്ന് പറയൂ. ഇത് അകത്തു നിന്നും ശിവരാമകൃഷ്ണൻ കേൾക്കുന്നു. അരവിന്ദ് പറയുകയാണ് എന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാം. നന്ദന പറയുകയാണ് ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. കല്യാണി അനിയൻകുട്ടനെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. അരവിന്ദ് ചോദിക്കുകയാണ് എന്തിന്? പറയാം എന്ന് പറഞ്ഞിട്ട് നന്ദന പറയുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ ആനന്ദ് അവരെയും വിളിച്ചുകൊണ്ട് തിരികെ വന്നു. എന്നിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നന്ദന അരവിന്ദിനോട് പറയുകയാണ്.
ഇതൊക്കെ ശിവരാമകൃഷ്ണൻ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അരവിന്ദ് ചോദിക്കുകയാണ്, എന്നിട്ട് ബ്രോയും കല്യാണിയും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? സുബ്രു വന്നിരുന്നു. അവർ മൂന്നുപേരും കൂടി സുബ്രുവിന്റെ കാറിൽ കയറി പോയി. നന്ദന ചോദിക്കുകയാണ്, ഇവിടെ വിശ്വസിച്ച് എങ്ങനെയാ ജീവിക്കുന്നത് എന്റെ അരവിന്ദേ? നീ വാ, നമുക്ക് പോകാം. എന്തൊക്കെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിച്ചതാണ് കല്യാണിയും ആനന്ദിനെയും കൂട്ടി അഖിലാന്റി ഇങ്ങോട്ടത്തേക്ക് വന്നത്. അപ്പോ അതൊക്കെ വെറും അഭിനയമായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അഖിലാന്റി കല്യാണിയെ കൊല്ലില്ലാന്ന് എന്താ ഉറപ്പ്? അവര് പോയത് നന്നായി എന്നാണ് എന്റെ ഇപ്പോഴത്തെ തോന്നൽ. അരവിന്ദ് പറയുകയാണ്, നന്ദന ഞാനൊന്ന് പറയട്ടെ. പക്ഷെ നന്ദന പറയാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ക്രൂരതയുള്ളവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പേടിയാണ് അരവിന്ദ്. ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് നന്ദന പോകാൻ തുടങ്ങിയാണ്. അരവിന്ദ് പറയുന്നു, എടി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. നീ ഇപ്പോ സമാധാനമായിട്ട് ഇരിക്ക്. ഞാൻ ബ്രോയെ പോയി ഒന്ന് കാണട്ടെ. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. അരവിന്ദ് എനിക്ക് എന്ന് നന്ദന പറയുമ്പോൾ അരവിന്ദ് പറയുകയാണ്, നന്ദന ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇപ്പോ അകത്തേക്ക് പോ. ഞാൻ ബ്രോയെ കണ്ടിട്ട് ഇപ്പൊ വരാം, വേഗം വരാം. ഇത് അകത്തേക്ക് എന്നും പറഞ്ഞ് കോട്ട് നന്ദനെ ഏൽപ്പിക്കുകയാണ് അരവിന്ദ്. അതിനുശേഷം അരവിന്ദ് അവിടെ നിന്നും പോവുകയാണ്. നന്ദന പെട്ടിയുമായി അകത്തേക്ക് കയറുമ്പോൾ ശിവരാമകൃഷ്ണൻ അവിടെ നിന്നും പോകുന്നത് നന്ദന കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുബ്രുവിന്റെ വീടാണ്. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അമ്പൂട്ടി എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയാണ്. കല്യാണി പറയുകയാണ്, അമ്പൂട്ടി കൂടി ഇരിക്ക്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്പൂട്ടി പറയുകയാണ്, ഇന്നത്തെ അത്താഴം അങ്ങനെ അങ്ങ് പോട്ടെ, നാളെ പ്രാതലിന് നമുക്ക് അങ്ങനെയാകാം. എന്താ ചേട്ടപ്പ എന്ന് സുബ്രുവിനെ നോക്കി ചോദിക്കുകയാണ്. സുബ്രു ചോദിക്കുകയാണ്, കല്യാണി അങ്ങനെ ചോദിച്ചതിന്റെ മറ്റൊരർത്ഥം എന്റെ അമ്പൂട്ടിക്ക് അറിയാമോ? ഇല്ലെന്ന് അമ്പൂട്ടി പറയുകയാണ്. സുബ്രു പറയുകയാണ്, അമ്പൂട്ടി കൂടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്രയും നേരം കൂടി നീ മിണ്ടാതെ ഇരിക്കുമല്ലോ എന്ന് കരുതിയാണ് എന്ന് കളിയാക്കി അമ്പൂട്ടിയെ നോക്കി പറയുകയാണ്. അന്നേരം അമ്പൂട്ടി ദേഷ്യത്തോടെ സുബ്രുവിന്റെ തോളിൽ തട്ടുകയാണ്. കല്യാണി പറയുകയാണ്, അമ്പൂട്ടി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അനിയൻകുട്ടൻ അന്നേരം നന്നായി ചിരിക്കുകയാണ്. അപ്പോൾ അമ്പൂട്ടി ചോദിക്കുന്നു, എന്താടാ നീ ഒരുമാതിരി കുടഞ്ഞിട്ട് ചിരിക്കുന്നേ? ഞാനിവനെ കളിയാക്കുന്നത് കൊണ്ട് എന്നെ കളിയാക്കിയപ്പോൾ ഓവറായിട്ട് ചിരിക്കുകയാണല്ലേ? അവസരം ഇനിയും വരും കേട്ടോ. ഇതാ അവിയലെന്നും പറഞ്ഞ് അനിയൻകുട്ടന്റെ ഇലയിലേക്ക് അവിയൽ വിളമ്പിയിട്ട് അമ്പൂട്ടി പറയുകയാണ്, നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കേട്ടോ. രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് അപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോഴേക്കും അരവിന്ദ് അവിടെ എത്തുകയാണ്. കോളിംഗ് ബെല്ലടിച്ചിട്ട് അരവിന്ദ് ബ്രോ എന്ന് വിളിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.